നമുക്കറിയാം, എല്ലാ സബ്ജക്റ്റിനെ പോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിലും 7 മൊഡ്യൂളുകളാണുള്ളത്. ആ 7 മൊഡ്യൂളിലും ഓരോ മൊഡ്യൂളിലും 2ഉം 3ഉം 4ഉം ചാപ്റ്ററുകൾ വീതമാണുള്ളത്. അതിൽ എല്ലാ ചാപ്റ്ററുകളും നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമില്ല. അതിൽ TMA എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്തുള്ളത് എക്സാമിന് വരില്ല. അതിൻ്റെ മറുവശത്ത് ടേം എൻഡ് എക്സാമിനേഷൻ എന്നുള്ള ഭാഗമാണ് പരീക്ഷയ്ക്ക് വരിക. അത്രയും ഭാഗമാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്കറിയാം, ഈ ഓരോ മൊഡ്യൂളിലും പരീക്ഷയ്ക്ക് വരേണ്ട ചാപ്റ്റേഴ്സെന്നും നമുക്കറിയാം. പൊളിറ്റിക്സിന് 7 മൊഡ്യൂളുകളാണ് വന്നിരിക്കുന്നത്. ആ 7 മൊഡ്യൂളിനും ഓരോ മൊഡ്യൂളിനും എത്ര മാർക്കാണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. നമുക്കറിയാം, ലാസ്റ്റിലത്തത് 6 അല്ല 7 ആണ്. അത് എന്തോ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിരിക്കുകയാണ്. ആ 7 മൊഡ്യൂളിൽ ഒന്നാമത്തെ മൊഡ്യൂളാണ് ഇൻഡിവിജ്വൽ ആൻഡ് സ്റ്റേറ്റ്. അത് 14 മാർക്കിനാണ്. രണ്ടാമത്തെ ആസ്പെക്ട്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ 15 മാർക്ക്, സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് 17 മാർക്ക്, ഡെമോക്രസി അറ്റ് വർക്ക് 12 മാർക്കിന്, മേജർ കണ്ടംപററി ഇഷ്യൂ 15 മാർക്കിന്, ഇന്ത്യ ആൻഡ് ദ വേൾഡ് 12 മാർക്കിന്. പിന്നെ ഏറ്റവും ലാസ്റ്റ് 2 മൊഡ്യൂൾ, 7ാമത്തെ മൊഡ്യൂൾ 7Aയും 7Bയും, അത് ഓപ്ഷണൽ മൊഡ്യൂളാണ്. ആ ഓപ്ഷണൽ മൊഡ്യൂളിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുള്ളൂ. അത് 15 മാർക്കിനാണ് വരിക. അതിൽ ഓറിട്ടിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ കഴിയുക. അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. 2ഉം പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു സബ്ജക്റ്റ് പാസ്സാവാൻ വേണ്ടത് 23 മാർക്ക് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കംപ്ലീറ്റ് മൊഡ്യൂളും വാരി വലിച്ച് പഠിക്കാതെ ഏറ്റവും കൂടുതൽ മാർക്കുള്ള മൊഡ്യൂൾ ഏതാണെന്ന് നോക്കുക. ഏതാ? 3ാമത്തെ മൊഡ്യൂളാണ്, സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് അല്ലേ. അപ്പോൾ ആ മൊഡ്യൂളിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി ശ്രമിക്കേണ്ടത്. സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ്റിൻ്റെ ആ മൊഡ്യൂളിൽ എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് 17 മാർക്കാണ് കിട്ടുന്നത്. പിന്നെ മേജർ കണ്ടംപററി ഇഷ്യൂസ്, അതിലുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ 15 മാർക്കാണ് കിട്ടുക. പിന്നെ നമ്മൾ ആ 2 ഓപ്ഷണൽ മൊഡ്യൂളിൽ ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിനും നമുക്ക് 15 മാർക്ക് കിട്ടും. പിന്നീട് 2ാമത്തെ മൊഡ്യൂൾ ആസ്പെക്ട്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 15 മാർക്ക്. ആ ഒരു 4 മൊഡ്യൂൾ തന്നെ നന്നായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് എക്സാമിന് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവാൻ സാധിക്കുന്നതാണ്.